ഹലോ, നമസ്കാരം ബ്രദറെ. നമസ്കാരം. ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ് ബ്രദറെ. ഓക്കെ ഓക്കെ. ഞാൻ ഈ പറയുന്ന താങ്കളുടെ വീഡിയോസുകളൊക്കെ സ്ഥിരം കാണുന്ന ആളാണ്. അപ്പൊ എന്റെ ജീവിതത്തിലും ഇതുപോലെ ഈ ഒരു താങ്കൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എംബറർ ഇമ്മാനുവേലുകാരുടെ ഒരു ദുഷിച്ച പഠിപ്പിക്കലും കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് കണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ജീവിതം തകർന്നു പോയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എന്റെ ഭാര്യയും മക്കളൊക്കെ എന്നെ ഇട്ടേച്ച് പോയി. കമന്റ് ചെയ്തിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ. യെസ്, ഞാൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പം ഈ ബൈബിളിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും വലിയ അറിവൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഇത് ചില വൈഫിന്റെ ഒരു നിർബന്ധം കാരണമൊക്കെ ചില ധ്യാനങ്ങളിലൊക്കെ പോയി പങ്കെടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്ന് പെട്ടതാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ടപ്പോ ക്രിസ്തുവിനെ അറിഞ്ഞ എങ്ങനെയായിരുന്നു? അത് എന്റെ അനിയനെ ഒരു യഹോവ സാക്ഷി വിശ്വാസി ആയിരുന്നു. അതിനു മുമ്പ് പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. അങ്ങനെ ഇവൻ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ബൈബിള് വായിക്കണം, ബൈബിളിൽ അങ്ങനെ വചനങ്ങളുണ്ട്. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നു ആ സമയത്ത്. ഹിന്ദുവാണെങ്കിൽ പോലും നിരീശ്വരവാദിയാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു മനസ്സിലാക്കി ഞാനിങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കിയത് എന്താ ഇങ്ങനെ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിന് ഉത്തരം തേടി മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞെന്ന് വെച്ചാൽ എന്റെ വിവാഹശേഷമാണ് കൂടുതലായി അറിഞ്ഞത്. കാരണം എന്റെ ഭാര്യ ഹിന്ദു ആണെങ്കിലും ഈ ചാലക്കുടി പോട്ട ധ്യാന കേന്ദ്രങ്ങളിൽ, കത്തോലിക്ക ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോയി. അങ്ങനെ എന്നോട് ഇങ്ങനെ പറയും. അവളുടെ അപ്പന്റെ വയറുവേദന മാറി അവിടെ ചെന്ന് ധ്യാനം കൂടിയതിനു ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ ആ ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞാലും ഇവർ അമ്പലത്തിലും പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടും ശരിയല്ലല്ലോ. അത് അങ്ങനെയല്ല. വീട്ടിൽ വന്ന് ജപമാല ചൊല്ലും, അമ്പല ഉത്സവത്തിന് പോകും, അവിടെ ചെന്ന് നേർച്ചയും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കും. അവർക്ക് അത് അറിയത്തില്ലല്ലോ. നോർമൽ ഒരു ഫെയ്ത്ത് ആണല്ലോ അവിടെ വരുന്നത്. അതെ. അങ്ങനെ ഞാന് ഇവരുടെ കൂടെ ഇനിയിപ്പോ ഭാര്യയുടെ ഞാൻ ഇവരുടെ കൂടെ ചെന്നില്ലെങ്കിൽ അവർക്കൊരു വിഷമാവുണ്ടല്ലോ എന്ന് കരുതി അവരുടെ കൂടെ ഒക്കെ അങ്ങനെ പോയി. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത്, വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ സിഗരറ്റ് വലിക്കുമായിരുന്നു. തുടർച്ചയായിട്ടല്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സിഗരറ്റും. ഭാര്യയുടെ മുമ്പിൽ ഇതുവരെ വലിച്ചിട്ടില്ല. ആരും അറിയാതെ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കുമായിരുന്നു. വലിയ അലമ്പൊന്നുമില്ല. അങ്ങനെ 2013 ഇങ്ങനെ ഒരു പോട്ടയില് ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. എന്റെ വൈഫിന് ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയാണ് ശരിക്കും കൂടെ പോയപ്പം ഒരു സിഗരറ്റ് ഒക്കെ കത്തിച്ച് വലിച്ച് ഒരു പകുതി പോക്കറ്റിലേക്ക് ഇട്ട് ഒളിപ്പിച്ചു വെച്ചു. അതിനുള്ളിൽ കയറിയാൻ പറ്റൂലല്ലോ. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ബാത്റൂമിനകത്ത് കയറി അവസാനത്തെ ഒരു കുറ്റിയും കൂടെ കത്തിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ സിഗരറ്റ് വലിച്ചില്ല. അവിടുത്തെ ധ്യാനം കഴിഞ്ഞിറങ്ങി. ഇപ്പം 12 വർഷമായി. എന്തായാലും കർത്താവ് ഒരു ഹീലിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എംബറിലേക്ക് പോകുന്നത് ഏത് കാലത്തായിരുന്നു? എംബറർ ഇമ്മാനുവേലിലേക്ക് പോകുന്നത് 2000 ഇതന്നെ ഇപ്പൊ ഒരു 2 വർഷമായിട്ടുള്ളൂ. 2022 അവസാനമാണ്. 23 മെയ് 2023 മെയ് മാസത്തില്, മാർച്ച് മാസത്തിൽ എന്റെ ഭാര്യ പോയി. ധ്യാനം കൂടി വന്നു. അപ്പൊ അത് ആര് പറഞ്ഞിട്ടാ പോയത്? അവര് എന്റെ വീടിന്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അയാളാണ് എന്റെ ഈ കുടുംബം നശിപ്പിച്ചത്. അയാള് തന്നെയാണ്. അയാള് ഒരു 56-57 വയസ്സുള്ള ഒരാളാ. അതായത് ഇതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇയാള് നല്ലൊരു ബിസിനസ്സുകാരായിരുന്നു. കത്തോലിക്ക സഭാ വിശ്വാസിയാണ്. നല്ലൊരു ബിസിനസ്സുകാരനാണ്. നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഈ എന്താ പറയാ, സ്ത്രീ വിഷയത്തില് കുറച്ച് അഗ്രഗണ്യന. അങ്ങനെ ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇയാളുടെ ബിസിനസ് തകർന്നു. പിന്നെ ഈ പൈസക്ക് വേണ്ടി എന്ത് തെണ്ടിത്തരം കാണിക്കും. പുറമെ ആള് മാന്യനാണ്, അകത്ത് പിന്നെ ക്രൂരായ സ്വഭാവം. പുറമേ നിന്ന് ആര് വന്നാലും ആ മോനെ ഇരിക്കി, മുത്തേ മോനെ, ചക്കര എന്നൊക്കെ വിളിച്ച് കയറ്റിയിരിക്കും. നമ്മൾ വിചാരിക്കും ഇയാളോട് സംസാരിക്കുമ്പോൾ ഇയാൾ വലിയ ആളാണെന്നൊക്കെ ഒരു നമ്മളെ വലയിൽ വീഴ്ത്താൻ പറ്റുന്ന രീതിയിലുള്ള സംസാരമാണ് ഇയാളുടെ. അങ്ങനെയാണ് ഈ സ്ത്രീകളൊക്കെ വന്ന് വീഴുന്നത്. നമുക്കറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഇയാള് എല്ലാം തകർന്ന് തരിപ്പണമായി. മദ്യപാനവും പെണ്ണുപിടിയും അലമ്പ് കൂട്ടുകെട്ടും ചീട്ടുകളിയും ഇവളുടെ സമ്പാദ്യവും ഒക്കെ പോയി ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം കാരണം ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ
ഇയാൾ അത്ര അലമ്പാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഇത് അറിഞ്ഞത്. കാരണം നമുക്ക് അത്ര ഒരു ബന്ധമില്ല ഇയാളുമായിട്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ ആള് ഒരു ദിവസം ചെന്നപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറക്കുക, മദ്യം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ ഈ കോലത്തിലായല്ലോ, അതിനെന്തല്ലേ നമ്മൾ. പിന്നീടൊരു 4-5 മാസം കഴിഞ്ഞ ശേഷം ആ വഴിക്ക് പോകുമ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് ഒന്ന് കയറി, എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ നല്ല അടിപൊളി സെറ്റപ്പ്, നല്ല വൃത്തി, ബൈബിൾ വചനങ്ങൾ, പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടു. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു, ചേട്ടായി എന്തൊക്കെയാ? ഞാനിപ്പോ പഴയ പോലൊന്നും അല്ല, ഞാന് മൊത്തത്തിൽ മാറി, നല്ല സെറ്റപ്പിലാണ്, പിന്നെ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ സമാധാനമുണ്ട്, മദ്യപാനം നിർത്തി, മറ്റുള്ള അലമ്പ് കൂട്ടുകെട്ടുകളൊന്നുമില്ല, ഞാനിപ്പോ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ആള്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ ചേട്ടാ ഇങ്ങനെ? അത് ഭയങ്കര അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂര് മൂര്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ആണോ, ഓക്കെ. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ഹിന്ദു വിശ്വാസിയല്ലേ, നിനക്ക് ദൈവത്തിന് ഹിന്ദു ആണല്ലോ എന്ന് ചോദിച്ചു. ആ ഹിന്ദു ആണ്, നിനക്ക് ഈ ബൈബിളൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത്യാവശ്യം വചനങ്ങളൊക്കെ അറിയാം, കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ആയിട്ട് മുന്നോട്ട് പോകാത്ത ആളാണ്, ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളും കുടുംബവും അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിന്റെ ഭാര്യയൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ചുണ്ടേ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ആ അവള് ഇവിടെ തിങ്കളാഴ്ച വയനാട് ജില്ലയിൽ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളിയാണ്, അവിടെ നല്ല പ്രാർത്ഥനയ്ക്ക് പോവാറുണ്ട്. അതുപോലെ യെസ് അങ്ങനെ പോവാറുണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പം നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥനയുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, വൈഫ് എപ്പോഴും എല്ലാ ദിവസവും ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നീയും കൂടാറുണ്ടോ? ഞാൻ പറഞ്ഞു, ചില ദിവസങ്ങളിൽ ഞാൻ കൂടും, ചില ദിവസം ഞാൻ കൂടത്തില്ല. അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യും, വലിയ അത്ഭുത ശക്തി നടന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ബൈബിളിനെ കുറിച്ച് ആ സമയത്ത് വലിയൊരു അറിവില്ലായിരുന്നു. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, എന്റെ നമ്പറും എന്റെ വൈഫിന്റെ നമ്പറും മേടിച്ചു. അവിടുന്ന് ഉടനെ തന്നെ, എത്രയാണ്, ഫെബ്രുവരി മാസമായി, ഒരു 10-15 ദിവസം കൊണ്ട് ഇയാള് അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തി എന്റെ വൈഫിനെ ധ്യാനത്തിലെത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാരും കൂടെ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നോട് പറഞ്ഞത്, ഞങ്ങൾ വരുന്നതും പോകുന്നതും ആരോടും പറയരുത്, രഹസ്യമായിരിക്കണം. എപ്പോഴും ഇങ്ങനെയുള്ള കൾട്ടുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, രഹസ്യമായിട്ട് എല്ലാം ചെയ്യത്തുള്ളൂ, രഹസ്യമായി പഠിപ്പിക്കുക. അവിടെ തന്നെ ആദ്യം ഈ ലോകം തിരിച്ചറിയണം, ഈ രഹസ്യമായി പഠിപ്പിക്കുന്നത് കള്ളനാ. നല്ലവൻ ഒരിക്കലും രഹസ്യത്തിൽ, ഇപ്പൊ ബ്രദർ ഇപ്പൊ ഒരു കളവ് ചെയ്തവനാണെങ്കിൽ തലയിൽ മുണ്ടിട്ട് കിടക്കും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് നമുക്ക് ചെയ്യാലോ. പോലും പരസ്യമായിട്ടാണ് ശുശ്രൂഷിച്ചത്. ഇനി അവന്മാര് സ്ഥിരം പറയുന്ന ഒരു പരിപാടി ഉണ്ട്, അതായത് യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരുമ്പോൾ ഒരു വചനമുണ്ട്, അവന്റെ ശബ്ദം തെരുവീതികളിൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. ഇപ്പൊ 2ാം വരവിലാണ്, 1ാം വരവിൽ അവൻ യേശു ശക്തമായി സംസാരിച്ചു, 2ാം വരവിൽ വരുമ്പോൾ തെരുവീതികളിൽ കേൾക്കത്തില്ല, രഹസ്യമായിട്ട് പഠിപ്പിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് തത്വമാണ് അവന്മാർ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ, അതായത് ദൈവവചനത്തിന്റെ വളച്ചൊടിക്കലാണ് ശരിക്കും പറഞ്ഞത്. കാരണം യേശുക്രിസ്തു തെരുവീതികളിൽ ഒരു ബഹളം ഉണ്ടാക്കി, ഒരു ഒച്ചപ്പാടുണ്ടാക്കിയിട്ടില്ല. ക്രിസ്തു ആദ്യത്തെ വരവിൽ തന്നെ അവന്റെ സുവിശേഷമാണ് പ്രഘോഷിച്ചത് ശരിക്കും പറഞ്ഞു. അപ്പൊ അതിനെയാണ് ഇവർ ഈ വാക്കുകളെ എടുത്തിട്ട് ഈ പാവങ്ങളെ ആശയത്തിൽ തെറ്റിച്ചു കൊണ്ടുപോകുന്നതാണല്ലോ അവരുടെ പരിപാടി. ആമുഖം ഒരിക്കലും നോക്കരുത്, താഴോട്ടുള്ളത് വായിക്കണം. അല്ല, ആമുഖം നോക്കിയാൽ പശ്ചാത്തലം കുറെ മനസ്സിലാവും. അപ്പൊ പശ്ചാത്തലം വന്നവരുടെ അഭ്യാസം നടക്കൂല. അങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞ്, ധ്യാനത്തിന് ഇവരെന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് എന്റെ വൈഫിനോട് ചോദിച്ചു, കുരങ്ങിൽ നിന്നാണോ പരിണമിച്ച് മനുഷ്യരുണ്ടായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെയാ, കുരങ്ങിൽ നിന്ന് പരിണമിച്ചല്ല, മനുഷ്യർക്കും കുരങ്ങനും പൊതുവായിട്ടൊരു പൊതു പൂർവികനുണ്ടായിരുന്നു, അവരിൽ നിന്ന് വിശ്വാസം വേറെ യാഥാർത്ഥ്യം വേറെ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ ഒരു ഇതാണ്, വിശ്വാസം വേറെ വഴിക്ക് വെക്കും, യാഥാർത്ഥ്യം വേറെ വഴിക്ക് വെക്കുന്ന ഒരാളാണ്. അത് ഇപ്പൊ എന്തുകൊണ്ട് കുരങ്ങൻ പരിണമിച്ച് മനുഷ്യരുണ്ടാവുന്നില്ല, അപ്പൊ അത് നിങ്ങളെ പണ്ട് തെറ്റിദ്ധരിപ്പിച്ചേട്ടണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാനിത് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ എന്റെ വൈഫാണെങ്കിൽ 10ാം ക്ലാസ് വലിയ വിദ്യാഭ്യാസം ഉള്ളൂ, പിന്നെ ലോകപരിചയം വളരെ കുറവാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെ ഒരു ഇതാണ്, കുടുംബവും കുട്ടികളും വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് പക്ഷെ യേശു ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്, യേശുവിനെയും മാതാവിനെയും ഭയങ്കര ഇഷ്ടമാണ്.
ഇവരെപ്പോഴും ചൂഷണം ചെയ്യുന്നത് മാതാവിനോടുള്ള സ്നേഹമാണ് ഇവരെപ്പോഴും ചൂഷണം ചെയ്യുന്നത്. അതായത് ജപമാല ചൊല്ലി മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. ഈ ചുണ്ടേ പള്ളിയിൽ മാതാവിന്റെ പള്ളിയാണല്ലോ. ഓ അല്ല, ഇത് ഒരു പരിധി വരെ കത്തോലിക്ക സഭയുടെ പല പഠനങ്ങളുമാണ് ഇവരെ വഴി തെറ്റിച്ചിരിക്കുന്നത്. നമ്മൾ ബേസിക് കോർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ വെച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ആ സംഭവത്തിൽ നിന്നാണ് ഇന്ന് ഇവർക്ക് ഇപ്പൊ ഡീവിയേറ്റ് ചെയ്യാൻ സുഖമാണെന്ന്. ഇപ്പൊ ഈ പറയുന്ന പ്രത്യക്ഷീകരണങ്ങൾ, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ നിങ്ങളോടില്ലേ? അതിലൊരു ഒറ്റ കാര്യം, അതിൽ ഞാനൊരു കാര്യം പറയാം. 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പരിശുദ്ധമ്മ ഒരു പ്രകാശത്തിന്റെ സഭ സ്വന്തം മകന് വേണ്ടിയിട്ട് ഒരു സഭ ഉണ്ടാകും എന്ന് അവിടെ ലൂസി പിന്നെ ഫ്രാങ്കോ അല്ലല്ലോ, 3 കുട്ടികളാണല്ലോ. ലൂസിയുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ. ജസീന്ത, വേറൊരാളും കൂടെ ഉണ്ട്. ഒരു ഇടയ്ക്ക് മരിച്ചുപോയി ആ കൊച്ചു, അധികം പ്രായമാകുന്നതിന് മുമ്പ്. ആ പേര് എനിക്ക് ഇപ്പോഴും എന്റെ വായിൽ വരുന്നില്ല. ഓക്കെ, അവിടെ ആ പറഞ്ഞ വചനം എടുത്തിട്ട് ഇവര് ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പറയും. അപ്പൊ അവസാന കാലത്താണ് ഈ പ്രകാശത്തിന്റെ സഭ രൂപപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ അപ്പൊ ഇതിനൊരു ആധികാരികത അവരുണ്ടാക്കുകയാണ്. ഫാത്തിമയിലെ അല്ലെങ്കിൽ മെജുഗോറിയിലെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവർക്ക് ഇവരുടെ ഒരു ആധികാരികത ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സത്യത്തിൽ ഈ പ്രത്യക്ഷീകരണങ്ങളൊക്കെ തന്നെയാണ്. എനിക്കറിയാം. അല്ല, ഇതൊക്കെ തന്നെയാണ് ഇവർ ഈ പാവങ്ങളെ വഴി തെറ്റിക്കുന്ന മെയിൻ ആയിട്ടുള്ള. ഞാൻ അതല്ല പറഞ്ഞത്, ഇതിന്റെ മെയിൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സഭ തന്നെയാണെന്ന്. സഭ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പിന്നെ മരിയോളജിയുടെ പല ഭാഗങ്ങളും അവര് ഇന്ന് പറയുന്നത് സഭ ഒളിഞ്ഞും തെളിഞ്ഞ അച്ഛന്മാര് പഠിപ്പിച്ച പല കാര്യങ്ങളുമാണ് ഇന്ന് അവർ പരസ്യമായിട്ട് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെ വഴി തെറ്റിക്കുന്നു. അങ്ങനെ വൈഫ് ധ്യാനത്തിന് പോയി തിരിച്ച്, അപ്പം വൈഫ് ഭയങ്കര താല്പര്യമായി ഇതൊന്ന് അറിയണമല്ലോ എന്നുള്ള ഇവരൊരു എന്ത് ചെയ്യാം, നമ്മളിത് അറിയാൻ വേണ്ടി ഒരു ഇമ്പാക്ട് കൊടുക്കും ഇവര്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ആകാംക്ഷ വരും, എന്താണ് ഇങ്ങനെ അത്ഭുതം. ഒന്നാമത്തെ ധ്യാനമാണ് ഇവര് പറയുന്ന സദ്വാർത്ത. അപ്പൊ സദ്വാർത്ത കേട്ട് കഴിഞ്ഞാൽ അടുത്തത് ജ്ഞാനമാണ്. ജ്ഞാനം കേൾക്കുമ്പോഴേക്കും പ്രകാശം. പ്രകാശം. നീ അത് കേൾക്കുമ്പോഴേക്കും നീ വേറെ ആളാവും, നീ നിന്റെ ലെവല് മാറും എന്നൊക്കെ പറയുമ്പോ ഈറ്റിങ്ങൾ ഈ പാവങ്ങള് ഒന്ന് പലരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ ഇതിന്റെ അകത്ത് ഒരുപാട് പോയി വീഴുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ 3 മാസമേ അതിനകത്ത് പിടിച്ചു നിന്നിട്ടുള്ളൂ. 3 മാസം അതിനകത്ത് ഞാൻ പോയപ്പോ നമ്മുടെ സ്പടികൻ ജോർജ്, മയൂക ജോണി, തമിഴ് സിനിമ സെറ്റിലൊക്കെ വിജയുടെ ഒക്കെ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ആൾക്കാര്, ക്യാമറാമാൻമാര്, പോലീസ്, വക്കീലന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, നാട്ടിലെ ബിസിനസ് വ്യാപാരികള്. ഞാൻ പറയുന്നല്ലോ സഹോദര, ഈ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടല്ലേ നമ്മളൊക്കെ ഈ മനുഷ്യന്മാരുടെ ഒക്കെ ബുദ്ധിയൊക്കെ ഒരുപോലെയാണെന്നുള്ളത് വെറും പൊട്ടത്തരാ. അല്ലെ, ഞാൻ എന്നിട്ട് ഞെട്ടിപ്പോയി. അപ്പൊ എന്റെ വൈഫ് എന്നോട് പറഞ്ഞ്, കണ്ടോ നിങ്ങൾ സാധാ കൂലിപ്പണിക്കാരനാ, അവിടെ വന്ന് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെക്കാളും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഈ സഭയിൽ ഇങ്ങനെ ഈ പറയുന്ന പ്രബോധനങ്ങൾ കേട്ട് വിശ്വസിക്കുമ്പോ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? മനസ്സിലായോ? അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ ഞാൻ ആലോചിച്ചു ഇവരെക്കാരൊക്കെ താഴെയാണോ ഞാന്? എഞ്ചിനീയർമാർക്ക് ബുദ്ധി ഉണ്ടാവും, വക്കീലന്മാർക്കൊക്കെ എന്നെക്കാളും വിവരം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവര് അങ്ങനെ ഒരു ചെറിയൊരു ഇത് തോന്നി. പിന്നീട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചാലോചിക്കുമ്പോ ഇവന്മാര് എന്ത് മണ്ടന്മാര്, അവര് ഏറ്റവും വലിയ കെണിയിൽ അകപ്പെടുത്തുന്നത് POC ബൈബിളിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ആൾക്കാരെ കെണിപ്പെടുത്തുന്നത്. എന്നോട് ആദ്യം വന്ന് ചോദിച്ചു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ, കത്തോലിക്ക സഭക്കാർ പറയല്ലോ പള്ളിയിലൊക്കെ. അപ്പൊ അവിടെ ഒരു നാമം കാണണമല്ലോ. പിതാവിന്റെ പേരെന്താ, പുത്രന്റെ പേരെന്താ, പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? ഇത് നിങ്ങൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു, പിതാവിനൊരു നാമമുണ്ട്, പുത്രനൊരു നാമമുണ്ട്, പരിശുദ്ധാത്മാവിന് നാമമുണ്ടെന്ന് പറയും. ബൈബിളിന്റെ പ്രത്യേകത ബൈബിള് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ആ ബൈബിളിന്റെ ഓരോ വാക്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിളിന്റെ എഴുത്ത് രീതി മനുഷ്യന് ചേർന്ന രീതിയിലാണ്. അതായത് മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹെബ്രായും ഗ്രീക്കുമാണ്. അപ്പൊ ഈ 2 ഭാഷകളിൽ എഴുതിയിരിക്കുന്ന കാര്യം ട്രാൻസ്ലേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുമ്പോൾ നിരീശ്വരവാദിക്ക് അവന്റേതായ രീതിയിലും എംബർമാനുവല്ല അവന്റേതായ രീതിയിലും കൃപാസനക്കാർക്ക് കൃപാസനത്തിൻ്റെതായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം അതൊരു വാക്കിനെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ ബൈബിളിന്റെ ടോട്ടാലിറ്റി ഉണ്ട്, അതായത് കോർ കണ്ടന്റ് ഉണ്ട്. ഇതിനെ മുഴുവൻ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ആശയം യാതൊരു വിധത്തിലും പോകത്തില്ല. അവർക്ക് 1-2 വചനം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് നേരെ എതിരായിട്ടുള്ള വചനങ്ങൾ അപ്പുറത്ത് ഉണ്ടാവുകയും ചെയ്യും.
ഇതിന്റെ ആശയത്തെ പൂർണ്ണമായി ഒരിക്കലും ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അതാണ് ഇവർക്ക് പറ്റുന്നത്. ഈ ഫാമിലി എംബറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സംഭവിച്ചു. അങ്ങനെ വൈഫ് പോയി, നിങ്ങളും പോയി 3 മാസം. അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇവര് തുടക്കം അങ്ങനെ വൈഫ് പോയി ധ്യാനം കൂടി വന്നപ്പം പാദസരമില്ല, കൺമഷിയില്ല, പൊട്ടില്ല, മൂക്കുത്തിയില്ല, മേക്കപ്പ് ഒന്നുമില്ല. ഉടനെ ഞാൻ ചോദിച്ചു ഇതെന്താ? അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ ധ്യാനം കൂടി രക്ഷപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി. 1,44,000 പേരിൽ ഞാനും ഉൾപ്പെട്ടു. എന്റെ മോള് ചെറിയ അന്ന് മോള് ചെറുതാ, 5 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ അന്ന് 2 വർഷം മുമ്പ് 3.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങളും എന്റെ കൂടെ വന്നാലേ എനിക്ക് ഈ ദൈവത്തിന്റെ അനുഗ്രഹം പൂർണ്ണതയിലേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നോക്കട്ടെ. കാരണം ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ ഭാര്യയുടെ മക്കളുടെ സന്തോഷം കാണുമ്പോഴാണല്ലോ നമ്മൾ കൂടെ നിൽക്കുന്നേ. അങ്ങനെ ആ സമയത്ത് എന്നിട്ട് ഞാൻ ഇവരെ കൂടെ ഇവരിങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ തീരുമാനം, ധ്യാനത്തിന് അടുത്ത സദ്വാർത്തയുടെ ഡേറ്റ് ഇന്ന ദിവസമാണ്. മാസത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ സദ്വാർത്ത ധ്യാനം. അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോൾ വിഷു ഒക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ വിഷു ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി കൂടി. പക്ഷെ ആ സമയത്തും എന്റെ വൈഫ് ഈ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്നില്ല. വാർത്ത കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ബ്രെയിൻ വാഷ് ആ സമയത്തേക്ക് ആയില്ല. അങ്ങനെ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ വല്ലാതെയായി. ഇവര് വീടുകളിലേക്ക് വരാൻ തുടങ്ങി. ഇവരുടെ ആളുകള് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ രാവും പകലും വൈകുന്നേരവും നല്ല വേരോട്ടമുണ്ട് അല്ലേ? അയ്യോ ഞാൻ പറയാം ഒരുപാട് കുടുംബങ്ങൾ തകർന്ന ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ വന്ന് അവസാനം ഞാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവളും പറയാൻ തുടങ്ങി. സ്നേഹത്തോടെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നു, വളരെ സ്നേഹമാ. ഇവര് വന്ന് കയറുമ്പോൾ എന്തോ സ്നേഹം, ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും ഞാനും വൈഫും എൻ്റെ മോനും മോളും കൂടെ ഈ സദ്വാർത്തയ്ക്ക് പോയി 4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ്, ധ്യാനത്തിൽ പറയുന്നത് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലെ വചനങ്ങൾ ഓരോന്നായി എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം കത്തോലിക്ക സഭക്കാര് നടത്തുന്ന ഈ വിഗ്രഹാരാധന ഈ കത്തോലിക്ക സഭക്കാർ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കാണിക്കും. എന്റെ പേര് എന്റെ വായിന്ന് പോയി. പിന്നീട് ഇവര് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളായിട്ട് ഒരുപാട് ഭൂകമ്പങ്ങള്, പിന്നെ സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, ആക്സിഡന്റുകൾ, ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ കാണിക്കും. പിന്നെ ഈ ഫാത്തിമയില് ഈ മക്കൾക്ക് മാതാവ് നരകവും സ്വർഗവും കാണിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഇംഗ്ലീഷ് ഒരു ഡോക്യുമെന്ററിയുടെ വീഡിയോ ഇവരുടെ കയ്യിലുണ്ട്. അതും ഇങ്ങനെ ഒരു വലിയ LED ഡിസ്പ്ലേയിൽ ഇട്ടിട്ട് നമ്മളെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതൊക്കെ കഴിയും. പക്ഷെ അതിന്റെ ഇടയിൽ പറയുന്നത് യേശു ക്രിസ്തു ശരീരം ധരിച്ചു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. ഈ ഒരു വചനം വെച്ചിട്ട് തെളിയിക്കാൻ ഞാൻ എംബറർമാരോട് പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ സംഭവത്തിന് ഇത്രയും വീഡിയോ കണ്ടു. ഇവരൊക്കെ ആവശ്യം പോലെ എംബറുകാർ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഓരോമാർ കയറി വന്നതാ. പക്ഷെ ഇവന്മാർ വിളിക്കത്തില്ലല്ലോ. കാരണം വചനം അറിയാവുന്നതിന്റെ മുമ്പിൽ ഇവന് പറ്റത്തില്ല എന്ന് നന്നായിട്ട് അറിയാം. ദൈവവചനം അറിയാൻ പാടില്ലാത്ത പാവങ്ങളുടെ മുമ്പിൽ ഈ കളി നടക്കത്തുള്ളൂ. 2 പേരുടെ മുമ്പിൽ അവർ ഈ കളിക്കുന്നത്. ഒന്ന് ക്രൈസ്തവരുടെ മുൻപിൽ, അവർക്ക് വചനം എന്താണെന്ന് അറിയത്തില്ല, കാരണം അവർ പഠിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. 2 കത്തോലിക്കരുടെ മുമ്പിൽ, അവരുടെയും പ്രശ്നം തന്നെയാ, അവർക്ക് വചനം എന്താണെന്ന് അറിയത്തില്ല. ഇതല്ലാതെ ക്രൈസ്തവരിൽ കത്തോലിക്കയിൽ തന്നെ വചനം അറിയാവുന്ന ഒരുത്തന്റെ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പുള്ളി വിളിച്ചു, ആ പുള്ളിയുടെ വീഡിയോ നമ്മൾ ഇട്ടല്ലോ. അപ്പൊ ഇത് സത്യമാണെങ്കിൽ ഇവന്മാർക്ക് എന്നാലും ഇരിക്കപ്പെടുത്തിയില്ലല്ലോ, വിളിക്കാൻ ഒരുത്തനെങ്കിലും ധൈര്യം ഉണ്ടാവണ്ടേ? കാരണം അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് അറിയാം. അതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് വചനം പറഞ്ഞതിൽ അവസാനം നിങ്ങളുടെ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയെന്ന് ഞാൻ കേട്ടതാ. പുള്ളി ഓടി രക്ഷപ്പെടുക, വഴിയിലാരോ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ. അങ്ങനെ ഇതില് ഇവരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ആരെയെന്നറിയോ? മറ്റുള്ള വിജാതീയരെയാ ടാർഗറ്റ് ചെയ്യുന്നത്. അല്ല, വിജാതീയരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കത്തോലിക്ക സഭയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിയൻ പ്രയർ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒരു 90% അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ടാർഗറ്റ് പുറത്തുനിന്നേക്കാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കത്തോലിക്ക സഭയിൽ ഈ പറയുന്ന രീതിയിലുള്ള കുറെയൊക്കെ അവരിലേക്ക് എത്തി എന്ന് വെച്ചിട്ട് ഇനിയും ഇടത്തൊന്നുമില്ല. കത്തോലിക്ക സഭ തന്നെയാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. സഭയിൽ നിന്നുള്ള ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ മരിയൻ ഡോക്മകളെല്ലാം അവർക്ക് അനുകൂലമാണേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവര് മാതാവിനെ ദൈവമായിട്ട് അവിടെ ആരാധിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞല്ലോ അവര്.
ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് സമ്മതിച്ചു. അതിനെന്നാ കുഴപ്പം എന്ന് ചോദിച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ 3 മാസം, അതിനകത്ത് 3 മാസം കൊണ്ട് ഞാനത് പഠിച്ചു. കാരണം ഞാനൊരു അറിയാലോ എത്തിയിസ്റ്റ് മനോഭാവവും കൂടെ ഇതെന്താണെന്ന് അറിയണം എന്നുള്ളൊരു ചിന്തയുള്ള വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഓരോന്ന് ചോദിക്കും. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്നെ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ല, ചോദ്യങ്ങള് കോർഡിനേറ്റർ പറയുന്നത് അങ്ങനെ തന്നെ കണ്ണടച്ച് കേട്ടിരിക്കുന്നവരാണ് അവർക്ക് ഇഷ്ടം. ഈ വൈഫ് പോയിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഈ ഓൾറെഡി പിന്നെയും പോയി നിങ്ങള്, അത് കഴിഞ്ഞിട്ട്? ഞങ്ങളൊരു 3 മാസം നിന്നപ്പോൾ ഇവര് പറഞ്ഞ്, നിങ്ങൾ ഇനി വിജാതീയരെ പോലെ ആവരുത്. അതായത് വിഗ്രഹാരാധന പാടില്ല, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കരുത്, ഉത്സവങ്ങൾ പങ്കെടുക്കരുത്, മറ്റുള്ള ആളുകളുടെ കല്യാണത്തിന് പങ്കെടുക്കരുത്, ഈ ഉത്സവത്തിനോ അല്ല അമ്പലപ്പറമ്പിലോ പോയിട്ട് നേർച്ച ഭക്ഷണം കഴിക്കരുത്, പിന്നെ അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വിശ്വാസമുള്ള ആളുകളുടെ അല്ലാതെ മറ്റുള്ള ആളുകളുടെ മരണത്തിൽ പങ്കെടുക്കരുത്, അവരുടെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം 41 16 കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷണിക്കുമല്ലോ, അപ്പൊ ആ പരിപാടികളിൽ പങ്കെടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ 1-ാം പ്രമാണ ലംഘനം വരും. അതായത് വിഗ്രഹത്തിന്റെയോ ദൈവത്തിന്റെ ഫോട്ടോത്തിന്റെയോ ഇതിന്റെ മുമ്പിലൊക്കെ വെച്ച് ചെയ്ത് കഴിച്ചതിന്റെ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ 1-ാം പ്രമാണം, ഇവർ ഏറ്റവും വലിയ ടാർഗറ്റ് ചെയ്യുന്ന 1-ാം പ്രമാണം, അത് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ ആ കൽപ്പന ഏതെങ്കിലും ഒരെണ്ണം ലംഘിച്ചാൽ നിങ്ങൾ ഇതിന് അനുയോജ്യരല്ല. അതായത് പാപം നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും കടന്നു വരും. അപ്പൊ ദൈവ മക്കളാവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ എന്നാണോ ഈ വിശ്വാസം സ്വീകരിച്ച് ഇത് നിങ്ങൾ ഈ ക്യാമ്പ് കൂടുമ്പോൾ നിങ്ങളോട് ഒരുമിച്ചാണോ, വൈഫിനോടും നിങ്ങളോടൊക്കെ പേഴ്സണലി ആണോ പറയുന്നത്, പൊതുവായിട്ടാണോ അവിടെ ഇത് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ പറയുന്നത് അവർ തന്നെ സദ്വാർത്താ ധ്യാനത്തിൽ തന്നെ ഇത് പറയും, വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും. പിന്നീട് ഞായറാഴ്ച കൂട്ടായ്മകളിൽ ഈ പറയുന്ന ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ഇവരുടെ വ്യാജ പ്രവാചകന്റെ ക്ലാസും നിഷ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആധുനിക പ്രവാചികയുടെ ക്ലാസും കേൾപ്പിക്കും. അതില് വചനങ്ങൾ എഴുതാൻ പറയും. മത്തായി 12:24. അയ്യോ, അതൊന്നും പറയാത്തേ നല്ലത്. അവരുടെ രണ്ടിന്റെ ഞാനൊരു ദിവസം ചോദിച്ചേ, ഈ കൊച്ചിന്റെ ഫോട്ടോ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊരു മീശ വെച്ചു കൊടുത്താൽ തനി പൊന്നാറ ആണല്ലോ എന്ന് പറഞ്ഞു. ഈ കൊച്ചിനൊരു മീശ വരച്ചു കൊടുത്താൽ തനി പൊന്നാറയാണല്ലോ എന്ന്. ഇത് ഇവർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പെങ്കൊച്ചാണ്. ഇതിനെ ഇവര് ഇപ്പോഴും മാതാവായിട്ട് ഓൾറെഡി അത് പുള്ളിയുടെ കൊച്ചു തന്നെയല്ലേ? അതെ, പുള്ളിയുടെ കൊച്ചു തന്നെയാണ്. മറ്റേ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാവാത്ത ഹോസ്പിറ്റലിൽ പോയിട്ട്, കാരണം മറ്റുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയും. ഇവിടെ പോയിട്ട് ഇവര് ഹോസ്പിറ്റലിൽ ആ കൊച്ചിനെ പ്രസവിച്ചു. അതിന്റെ ഡേറ്റ്, ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പൊന്നാരയുടെ പേരുണ്ട്. രണ്ടാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിനകത്ത് പൊന്നാരയുടെ പേര് ഒഴിവാക്കിയിട്ട് ഇവര് ആ കൊച്ചിനെ സർട്ടിഫിക്കറ്റ് സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാ. ഈ ഏറ്റവും വലിയ ഉഡായിപ്പ് കേന്ദ്രമാണത്. ഈ വൈഫിന്റെ കാര്യത്തിൽ അത് കഴിഞ്ഞ് രണ്ടാമത് പോയി വിശ്വാസമായി, പിന്നെ ആള് പിന്നെ നോക്കുമ്പോ അതിർപ്പല്ല, പിന്നെ ഫുൾ ടൈം പ്രാർത്ഥന. രാവിലെ 5 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, 6:30 വരെ. രാത്രി വൈകുന്നേരം ഒരു 8 മണിക്ക് വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ചൊല്ലി ജപമാല ചൊല്ലി 1 മണിക്കൂർ പ്രാർത്ഥന. അത് കഴിഞ്ഞ് ബൈബിൾ വായന. പിന്നെ രാവും പകലും ഈ ബൈബിൾ കൊട്ടേഷൻ എഴുതി കൊടുക്കും ഇവര്. ഇവരുടേതായ വചനങ്ങളുടെ, ഇവര് തെരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തത് ഇവിടെ വന്നിട്ട് ബൈബിളിനകത്ത്, POC ബൈബിളിനകത്ത് നോക്കിയിട്ട് ഈ വചനങ്ങൾ ഒരു വലിയ നോട്ട് ബുക്കിനകത്ത് എഴുതണം. അതോ ഒരു 40, 50, 60, 100 കാണും ഒരു ദിവസം. അത് എഴുതി പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞിട്ട് സദ്വാർത്ത എന്ന് പറയുന്ന ഈ യേശുക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു കഴിഞ്ഞു, ഇതാണ് യഥാർത്ഥ സദ്വാർത്ത. ഇത് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ വൈഫ് എന്ത് ചെയ്യും, ഇവരുടെ കൂട്ടായ്മ കിടക്കുന്ന 2-3 സ്ത്രീകളുണ്ട്. ഇവര് സ്ത്രീകളാണ് ഇതിന് മെയിനായിട്ട് ഇറങ്ങുന്നത്. എന്റെ കൂട്ടത്തിൽ ഒരാണുങ്ങളുണ്ടാവും. അങ്ങനെ ഇവരെന്ത് ചെയ്ത് ഈ പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി, എന്നോട് പറയാതെ. ഞാൻ ജോലിക്കൊക്കെ പോയി വരുമ്പോഴേക്കും സദ്വാർത്ത പറയാൻ വേണ്ടി പോയതാണെന്ന് പറയും. ആയിക്കോട്ടെ സദ്വാർത്ത. അപ്പൊ ഈ ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നും ഇതിന്റെ കെണി എന്താണെന്നും ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അപ്പം വൈഫിനൊരു സന്തോഷമല്ലേ, വീട്ടിൽ വന്നിട്ട് വൈകുന്നേരമായിട്ട് ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ച് പോയിട്ട് വാ. അങ്ങനെ പോക്ക് വരവും കാര്യങ്ങളും. പിന്നെ ഈ സഭയിൽപ്പെട്ട പല ആളുകളും എന്നെ ഇവർക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ ഏകദേശം ഇവരുമായിട്ട് ഇങ്ങനെ അടുക്കുന്നില്ലെന്ന് വെച്ചപ്പം വൈഫിന് ഭയങ്കര വിശ്വാസമായി പോയി ഈ സംഭവം. അങ്ങനെ ഇവളുമായിട്ട് ഇവരിങ്ങനെ ഭയങ്കര കോണ്ടാക്ട് ആയി. അവളെ ഈ സദ്വാർത്തയ്ക്ക് വിളിച്ചു പോകുകയും അങ്ങനെ
അങ്ങനെ ഇവരെന്ത് കൊണ്ടുപോകാൻ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. വന്ന് പ്രാർത്ഥിക്ക്, അത് ശരിയല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. അപ്പൊ ഞാൻ ചോദിച്ചു, അവളുടെ ആ സമയത്ത് ഇവളുടെ അപ്പനും അമ്മയും ഈ വിശ്വാസത്തിൽ വന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിന്റെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂലേ? ഞാൻ എന്തിനു തിരിഞ്ഞു നോക്കണം? ഞാൻ ദൈവത്തിന്റെ മകളാ, എന്നെ ദൈവം അപ്പൻ എന്നെ തെരഞ്ഞെടുത്തതാ. രോഗസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തതാ. ബൈബിൾ വചനമുണ്ട്, നോക്ക്. പിന്നീട് അപ്പൊ ഞാൻ ചോദിച്ചു, ബാക്കിയുള്ള ആൾക്കാരൊക്കെയോ? അതൊന്നും ദൈവമക്കളല്ല, അവരൊക്കെ കായേനില്ലേ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ കായേൻ ദൈവസന്തതി അല്ല. ആ കായേനെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു പ്രത്യേക സംരക്ഷണം കൊടുത്ത് അങ്ങോട്ട് നിർത്തിയാണല്ലോ. ദൈവം പറയുന്നുണ്ടല്ലോ, നിന്നെ ആരും ഉപദ്രവിച്ച് നിന്നെ കൊല്ലുന്നവരുടെ എന്തോ, ശരി കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ ശിക്ഷിക്കുന്നെങ്കിൽ അങ്ങനെ കായന സംരക്ഷണം. അപ്പൊ അത് കായേന്റെ ആത്മാവുള്ള ആളുകളാണ് ബാക്കിയുള്ള ആൾക്കാർ. ഇതിൽ ഏറ്റവും വേദനജനകമായ ഒരു കാര്യം ഇവർ പറയുന്നത് എന്താ അറിയോ? ഇവരുടെ ഏശയ്യാ പ്രവാചകൻ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു അയാളാണ് ഈ ജോസഫ് പൊന്നാറ. ഈ പൊന്നാറ ആരാണെന്ന് യഥാർത്ഥത്തിൽ ചോദിച്ചാൽ ഇവര് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ബാക്കി നമ്മൾ ഏശയ്യാവോ ഏലിയാവോ സ്നാപക യോഹന്നാനോ മോശ എന്തോ ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ മറുഭാഗം ഉണ്ടല്ലോ, കുരിശിന് യേശു ക്രിസ്തുവിന്റെ മറുപുറമാണ് ഇയാളെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് പറയണ്ട ബ്രദറെ. യേശു ക്രിസ്തു എന്ന് പറയുന്നത് എനിക്കൊക്കെ ഇഷ്ടമുള്ള ആളാണ്, വലിയ വിശ്വാസി അല്ലെങ്കിലും യേശുവെ എന്നൊക്കെ ഞാൻ വിളിക്കും. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ആ രണ്ടിലും നിൽക്കുന്ന ആളാണ്. ഏത് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നെ സംബന്ധിച്ച് ഒന്ന്, ഈ നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ചൂടുപാല് കുടിച്ചൊരു പൂച്ച ഇത് കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന പോലെ പേടിക്കണം. ഇപ്പൊ കുടുംബം വരെ തകർന്ന്, ഇപ്പൊ വൈഫ് കൂടെ ഇല്ലേ ഇപ്പൊ നിലവില്? ഇല്ല. എനിക്കെതിരെ ഡിവോഴ്സ്, പിന്നെ ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം, സ്വർണ്ണമോഷണം എന്നൊക്കെ പറഞ്ഞ ഒരു 5-8 കേസുകളൊക്കെ കൊടുപ്പിച്ച് 15 വർഷമായിരുന്നു വിവാഹം കഴിച്ചിട്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഏശയ്യാ പ്രവാചകനാണ് ഇയാള്, പിന്നെ സ്നാപക യോഹന്നാനാണ് ഇയാള്, ഏലിയ പ്രവാചകനാണ് ഇയാൾ. ഈ 3 പ്രവാചകന്മാരുടെ എല്ലാ കഴിവ് ഗുണങ്ങളും ഒത്തുചേർന്ന ആളാണ് ജോസഫ് പൊന്നാറ. പിന്നെ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മറുപുറം, പിന്നെ 80 തലമുറ, അതായത് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ഇപ്പൊ 80 തലമുറയായി. അപ്പൊ യേശുക്രിസ്തു ജനിച്ച് കുരിശിലെ ഏറ്റ് മരിക്കപ്പെടുന്നത് വരെയുള്ള പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു ചെയ്ത് കഴിഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിന് ശേഷം ഇത്രയും തലമുറയുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് രക്തം തളിക്കപ്പെട്ട രക്തം യേശുക്രിസ്തുവിന്റെ, ചിന്തപ്പെട്ട രക്തം ഈ ജോസഫ് പൊന്നാറയുടെ. അങ്ങനെയാണ് ഇയാൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ തലയിൽ രക്തഞരമ്പ് പൊട്ടി അങ്ങനെ മരിച്ചത്. അപ്പൊ അത് ഈ തലമുറയുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് മരിച്ച ആളാണ്. രക്തസമ്മർദ്ദമായിരുന്നോ അതോ ആക്സിഡന്റ് ആയിരുന്നോ? അല്ലല്ല, സംഭവം വെച്ചാൽ ഇയാൾക്ക് വെരിക്കോസ് വെയിനാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ കാലിൽ എന്തായാലും ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും. കാരണം വെരിക്കോസ് വെയിനെ കുറിച്ച് ഞാൻ അത്യാവശ്യം മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ ഈ ക്ലോട്ട് ചെയ്ത ബ്ലഡ് ഇയാൾ ഈ ആവേശത്തോടൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷന്റെ ഒരു അളവ് കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു പിന്നെ കട്ടി കൂടിയ ബ്ലഡ് ഇവിടുന്ന് ഇളകിയിട്ട് ബ്രെയിനിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആവും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവിടെ സ്ട്രോക്ക് വരും. അങ്ങനെയാണ് ഇയാൾ സ്ട്രോക്ക് വന്നിട്ടാണ് മരിക്കുന്നത്. പിന്നെ കുറച്ചു നാളെങ്ങാണ്ട് ഇവര് ഉയർത്തെഴുന്നേക്കെന്നും പറഞ്ഞിട്ട് വെച്ചോണ്ടിരുന്നു. അങ്ങനെ ചീഞ്ഞ് നാറി പിന്നെ കൊണ്ട് കുഴിച്ചിട്ടു. പിന്നെ എപ്പോഴെങ്ങാണ്ട് ഉയർത്തെഴുന്നേറ്റുന്ന ഒരു LED ഡിസ്പ്ലേ ഇവരുടെ ആലയത്തിന്റെ മുകളിൽ തെളിഞ്ഞു, പൊന്നാരയുടെ തലയുടെ രൂപത്തിൽ തെളിഞ്ഞു. അങ്ങനെ പൊന്നാറ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു. സാധനം പൊന്നാറ വീണ്ടും വരുന്നു, സിംഗം വരുന്നു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. ഇതുപോലെ വേറെ കുടുംബം നശിച്ചു പോയ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേ സെയിം അവസ്ഥയിൽ? ഇവിടെ ഒരു എന്റെ അറിവിൽ ഒരു 100-100 പേരുടെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ അത് എന്താ പറയാ, ഡിവോഴ്സ് ആയതാണോ അതെയോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്? ഡിവോഴ്സ് ആയത്, ഫുള്ള് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്. എന്റെ പൊന്നു സഹോദര ഇവരുടെയൊക്കെ കൂട്ടത്തില് നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാല് ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ആട്ടിൻകുട്ടി പെട്ടാൽ എന്താ സ്ഥിതി? ആ അവസ്ഥയിലാണ്. പിന്നെ ഇടവും വലവും തിരിയാൻ നമുക്ക് പറ്റിയല്ല, ഒരു സിനിമയ്ക്ക് കാണാൻ പറ്റിയല്ല, ഒരു TV കാണാൻ പറ്റിയല്ല. ഇവരുടെയൊക്കെ വീട്ടിനകത്ത് ഞാൻ ചെന്നതാ ആ സമയത്ത്. ഒരൊറ്റ വീട്ടില് TV ഇല്ല, ഒരു സിനിമയ്ക്ക് പോലെ ഒരു സ്പോർട്സ് പരമായിട്ടുള്ള പരിപാടി. ഇവർ ആദ്യം പുറത്തേ അടിച്ചാലേ ഇവരുടെ കൾട്ട് വിശ്വസിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാ, നമ്മുടെ ഒരു ഇപ്പൊ ഒരു കുതിരയുടെ പ്രയാണം കറക്റ്റ് അവന്റെ ലക്ഷ്യം കറക്റ്റ് ആവണമെങ്കിൽ അവന്റെ സൈഡിലുള്ള നോക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുതിരയ്ക്ക് മറ്റേ ഇത് കെട്ടുന്നത്, എന്താ പറയാ, അവന്റെ കണ്ണ് അടച്ചു കെട്ടൂല്ലോ സൈഡ്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിഷൻ മാത്രമാണ് കൊടുക്കും. അപ്പൊ ഇതാണ് ഇനി ആകെ പൊന്നാറയുടെ വിഷൻ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. വേറെ ലോകത്തിന്റെ യാതൊരു അറിവും അവന് കിട്ടരുത്.
അപ്പൊ യൂട്യൂബ് പോലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളൊന്നും അവരെന്ത് ചെയ്യരുത്, ആക്സസ് ചെയ്യാതിരുന്നാൽ മാത്രമേ അവർക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ആ അന്ധകാരത്തിന്റെ കീഴിൽ അടിമത്തത്തിൽ നിർത്താൻ പറ്റത്തുള്ളൂ. ഈ തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടിയക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മേരിയമ്മ എന്ന് പറയുന്ന അവരൊരു പ്രത്യേക ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരുടെ അതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് അവിടെ നിന്ന് അവര് വേളാങ്കണ്ണിയില് ധ്യാനത്തിന് പോകും. അങ്ങനെ പോയപ്പോ അവിടെ നിന്നൊരു പെങ്കൊച്ചിനെ ഇവർക്ക് ഈ പണ്ടത്തെ കാലത്ത് 90 കാലഘട്ടങ്ങളിൽ ഈ കുടി അവിടെ നടക്കിരുത്തിട്ട് പോകും. ഈ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ആരും നോക്കാതിരിക്കും. അങ്ങനെ അവിടെ നിന്നൊരു അച്ഛന്മാരുമായിട്ട് സംസാരിച്ച് പെങ്കൊച്ചിനെ ഇവർ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഇവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ഇനി റാണി അമ്മാച്ചി എന്നാ വിളിക്കുക. ഈ ഇവിടത്തെ ആ ഒരു പിന്നെ വൃദ്ധയാശ്രയ അവരുടെ ഒരു മോനുണ്ട് ജോബണ്ണൻ. ഈ അണ്ണനും ഈ മേരിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുക. അവിടെ ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചാണ് ഈ പറയുന്ന എംബർ ഇമ്മാനുവേൽ. അത് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. ഈ സംഭവം ഈ പൊന്നാറ തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ പൊന്നാർ എന്ത് ചെയ്തു, കത്തോലിക്ക സഭയുടെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഇയാൾ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇയാൾ സ്വന്തമായിട്ട് മാതാവിനെ ഉയർത്തിക്കൊണ്ട് വചന പരിപാടികൾ മൊത്തം നടത്തിയപ്പം അച്ഛന്മാരൊക്കെ പിടിച്ച് പുറത്താക്കിയപ്പം അയാൾ നേരെ ജോർജ് മടുക്കാവുങ്കൽ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട് ഇടുക്കി കട്ടപ്പന ഭാഗത്ത്. ഇപ്പൊ അയാൾ മരിച്ചോന്ന് എനിക്കറിയില്ല. അയാളുടെ കൂടെ ചേരുകയും അവിടെ നിന്ന് ഇയാൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈ പറയുന്ന കൊച്ചിനെ എംബർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന കൊച്ചവിടെ ജനിച്ചത് കൊണ്ട് ആ കൊച്ചിനെടുത്ത് ഇയാൾ താലോലിക്കലും മറ്റും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവിടുത്തെ ഇയാളുടെ ഈ പഠിപ്പിക്കലൊക്കെ വേറെ രീതിയിലായപ്പോൾ അവിടെ നിന്നും ഇയാളെ ഈ പറയുന്ന അവരുടെ ആൾക്കാരും ഇയാളെ പുറത്താക്കി. അങ്ങനെയാണ് മടുക്കാവുങ്കൽ അച്ഛനുമായിട്ട് കൂടെ ചേർന്ന് ടീച്ചിയിലും ഇടുക്കിയിലും അവിടെ ഇടയ്ക്ക് ചെറിയ ചെറിയ ധ്യാനങ്ങൾ തുടങ്ങുകയും അവിടെ നിന്നാണ് ഈ നിഷ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അവളുടെ ചേച്ചിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ധ്യാനിക്കാൻ പോയി. തല തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഈ നിഷയ്ക്ക് ഭയങ്കര ബൈബിൾ ജ്ഞാനോ അങ്ങനെ അത് ഈ പൊന്നാറയുടെ കൂടെ ചേർന്ന് അങ്ങനെയാണ് ഇവര് ഈ ചാലക്കുടിയിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ബിസിനസ് ആളുകളെ സെറ്റപ്പായിട്ടാണ്. എന്തായാലും പൊന്നാറയുടെ അടിമകളും വളരട്ടെ, അവര് വളർന്നുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിന്റെ യാതൊരുവിധ ബോധ്യമോ വിശുദ്ധ ബൈബിൾ എന്താണെന്നോ ഒരു ബോധമോ ഇല്ലാത്ത കുറെ മുണ്ണ കുഞ്ഞാടുകളാണ് അതിനകത്ത് അടിമകളായിട്ടിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും പെട്ടെന്ന് തളരുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല. അത് വളർന്ന്, കാരണം ഇപ്പുറത്ത് ഞങ്ങൾ കത്തോലിക്ക സഭയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ മുന്നോട്ട് പോകും. എന്തായാലും ഒരു പുതിയൊരു കുടുംബം പോലും അതിലേക്ക് വരാതിരിക്കട്ടെ, കാരണം ഈ കൾട്ടിലേക്ക് പോകാതിരിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. എന്തായാലും ഈ ഓഡിയോ നമുക്കൊന്ന് പബ്ലിഷ് ചെയ്യാം.